ആശയുടെ ചിത്രങ്ങളാണ് ഇന്നലെ മുതൽ മനോജ് കെ ജയൻ്റെ വീട്ടിൽ നിന്ന് പുറത്തു വരുന്നത്. ഇന്നലെ ഉച്ചയോടെയായിരുന്നു UK-യിൽ നിന്ന് ഫ്ലൈറ്റ് എടുത്ത തൃപ്പൂണിത്തറയിലെ വീട്ടിലേക്ക് ആശ എത്തിയത്. ആശ എത്തിയ പാടെ കാർ തുറന്നു ഉടനെ തന്നെ മനോജ് കെ ജയനെ കാണുകയും അലറി വിളിക്കുകയുമായിരുന്നു. ഇതോടെ എല്ലാവർക്കും ആശയും അദ്ദേഹവും തമ്മിലുള്ള ബന്ധം നന്നായി തന്നെ മനസ്സിലായി. വല്ലാത്ത അടുപ്പമായിരുന്നു ഇരുവരും തമ്മിലെന്ന് മനസ്സിലാകുന്നുവെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട്. ഇപ്പോൾ ആശയെ സമാധാനിപ്പിക്കുന്ന കുഞ്ഞാറ്റയാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത്. ഉർവശിയുടെ മകളാണ് കുഞ്ഞാറ്റ. പക്ഷേ ആശയാണ് ഇപ്പോൾ കുഞ്ഞാറ്റയെ നന്നായി വളർത്തുന്നത്. ആശ തന്നെയാണ് കുഞ്ഞാറ്റയെ ഒരു പ്രായത്തിൽ വളർത്തിയെടുത്തതും. അതുകൊണ്ടൊരു അമ്മയെപ്പോലെയുള്ള സ്നേഹമാണ് കുഞ്ഞാറ്റയ്ക്ക് ആശയോടുള്ളത്. എന്നാൽ സ്വന്തം അമ്മയേക്കാൾ സ്നേഹം കുഞ്ഞാറ്റയ്ക്ക് ആശയോട് തന്നെയാണെന്ന് ഇതിലൂടെ മനസ്സിലാകുന്നു. കുഞ്ഞാറ്റ മുഴുവൻ സമയവും ആശയെ ആശ്വസിപ്പിക്കുകയാണ്, കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. അതെല്ലാം നമുക്ക് വീഡിയോയിലൂടെ കാണാം. അമ്മ എന്തൊക്കെ പറഞ്ഞാലും പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണീര് തുടയ്ക്കുകയും മുഖം തുടച്ചു കൊടുക്കുകയും മുടി നേരെ വച്ചു കൊടുക്കുകയും മുടി കണ്ണിൽ നിന്ന് മാറ്റി വെച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അമ്മയെ നെഞ്ചോട് ചേർത്ത് കെട്ടിപ്പിടിച്ച് അമ്മയുടെ തല തടവി നിൽക്കുകയാണ് കുഞ്ഞാറ്റ. അതെല്ലാം ആ സ്നേഹം അതിലൂടെ കാണാനും സാധിക്കുന്നു. സംഗീതജ്ഞനും നടൻ മനോജ് കെ ജയൻ്റെ അച്ഛനുമായ KG ജയൻ്റെ വേർപാടിൽ തകർന്നിരുന്ന മനോജ് കെ ജയനും ഭാര്യ ആശയ്ക്കും ആശ്വാസമായി നിറഞ്ഞു നിന്നത് കുഞ്ഞാറ്റയായിരുന്നു. ആശയെ നെഞ്ചോട് ചേർത്ത് നിർത്തി ആശ്വസിപ്പിക്കുന്ന ഉർവശിയുടെ മകൾ കുഞ്ഞാറ്റയുടെ ദൃശ്യങ്ങളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ്. ഇനി എനിക്ക് അച്ഛനില്ല എന്ന് പറഞ്ഞ് കരയുന്ന ആശയെ ആശ്വസിപ്പിക്കാൻ മനോജ് കെ ജയനും ഏറെ പ്രയാസപ്പെടുന്നുണ്ട്. മകൾ കുഞ്ഞാറ്റ അച്ഛന് ധൈര്യം നൽകി കൂടെ തന്നെ നിൽക്കുന്നത് പുറത്തു വരുന്ന വീഡിയോകളിൽ കാണാം. അന്ത്യയാത്രയിലുടനീളം കരയുന്ന ആശയെ കുഞ്ഞാറ്റ സാന്ത്വനിപ്പിക്കുന്ന കാഴ്ച ഹൃദ്യമായ അനുഭവം തന്നെയായിരുന്നു. KG ജയൻ്റെ ഭൗതിക ശരീരം വീട്ടിൽ ദർശനത്തിന് വച്ചതിനു ശേഷമാണ് ആശയും മകനും എത്തിച്ചേർന്നത്. വലിയ നിലവിളിയോടെ വണ്ടിയിൽ നിന്നിറങ്ങിയ ആശയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കാൻ മനോജ് കെ ജയൻ ശ്രമിച്ചുവെങ്കിലും ആശയുടെ കരച്ചിൽ കൂടി വന്നതേയുള്ളൂ. ഇത് കൂടിക്കൊണ്ട് വന്നതുകൊണ്ട് തന്നെ എല്ലാവർക്കും സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. ഇത് കണ്ടുകൊണ്ടുവന്ന കുഞ്ഞാറ്റ ആശയെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുകയായിരുന്നു. ആശ്രയം എന്ന പോലെ അവർ കുഞ്ഞാറ്റയെ തോളിൽ ചലചായ്ച്ച് സാന്ത്വനം കണ്ടെത്താൻ ശ്രമിക്കുന്നുമുണ്ടായിരുന്നു. അവസാനം ആ മൃതശരീരത്തിന് മുകളിൽ ചായ്ഞ്ഞിരുന്ന ോടുള്ള സ്നേഹം കാണിക്കുകയായിരുന്നു അവിടെ. ഒടുവിൽ മൃതദേഹം ചിതയിലെടുത്തതിനു ശേഷം മനോജ് കെ ജയൻ അടക്കം എല്ലാവരും കരയുമ്പോൾ അതുവരെ പിടിച്ചു നിന്ന കുഞ്ഞാറ്റ പെട്ടെന്ന് പൊട്ടിക്കരയുകയായിരുന്നു. ആശ അവളെ നെഞ്ചോട് ചേർത്ത് കെട്ടിപ്പിടിക്കുന്നുണ്ട്. പരസ്പരം ഇവരുടെ സ്നേഹമാണ് നമ്മൾ അവിടെ കാണുന്നത്. ആശ തളർന്നപ്പോൾ കുഞ്ഞാറ്റയും കുഞ്ഞാറ്റ തളർന്നപ്പോൾ ആശയും പരസ്പരം അവരെ വാരിപ്പുണരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. നടി കലാരഞ്ജിനിയും KG ജയനെ അവസാനമായി ഒരു നോക്ക് കാണാനും എത്തിയിരുന്നു. കൽപ്പനയുടെ മകളും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഉർവശിയെക്കുറിച്ച് നിരവധി പേർ ചോദിക്കുന്നുണ്ട്. ഉർവശി വന്നില്ലായിരുന്നുവെങ്കിലും ഉർവശിയുടെ ബന്ധുക്കളും സഹോദരങ്ങളും സഹോദരിയുടെ മകളുമൊക്കെ എത്തിയത് തന്നെയാണ് എല്ലാവരും വാർത്തയായി കണ്ടത്. എല്ലാവരും ഈ കുടുംബത്തിന് വലിയ ഒരു ആയുരാരോഗ്യം നേരുകയാണ്. എല്ലാവരും ഇപ്പോൾ KG ജയനോടൊപ്പം കുടുംബത്തോടൊപ്പം തന്നെയാണ് നിൽക്കുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.